എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് രാമായണത്തിന്റെ 32ാമത്തെ എപ്പിസോഡിൽ കിടക്കാൻ പോവാണ്. എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. ഇനിയും നിങ്ങൾ തുടർന്നും കണ്ടുകൊണ്ടിരിക്കണം. എനിക്ക് വേണ്ട ആ ഒരു പ്രചോദനം നൽകിക്കൊണ്ടേയിരിക്കണം. ഇത് എല്ലാ ആൾക്കാരിലും സ്പ്രെഡ് ചെയ്യണം. എല്ലാ ആൾക്കാർക്കും ഇതിനെ പറ്റിയിട്ട് ഒരു അറിവ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ മാത്രം കേട്ടാൽ പോരാ, നിങ്ങളുടേതായ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. കാണണം. വെറുതെ ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളിത് മുഴുവനും ഇരുന്ന് കാണണം. കണ്ടാൽ അത് നമുക്ക് പലതരത്തിലും ഗുണം ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം. നമസ്കാരം. നമുക്ക് അതിലേക്ക് കിടക്കാം. അവരങ്ങനെ സംശയിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അതാ തപോവനത്തിന്റെ മുഖഛായ മാറി മറിഞ്ഞു. സൂര്യാസ്തമനത്തോടെ കൂടി മഹർഷി അത്ഭുതകരമായ ആത്മപ്രഭാവം പ്രവർത്തിക്കാൻ തുടങ്ങി. കാണെ അവിടെ മഹാനഗരമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ ഭരദ്വാജമുനി. ഇവര് വിചാരിച്ചു ഭരദ്വാജമുനിക്ക് എന്തറിയാം, ഈ മുനിക്ക് ഈ ജപവും ഈ തുളസിമാലയും ഈ വെള്ളം കൊണ്ട് ഇങ്ങനെ പല മന്ത്രങ്ങളും കാര്യങ്ങളും ജപിക്കാനല്ലാണ്ട് ഈ ജനങ്ങൾക്ക് ഭരദ്വാജമുനി കൂട്ടി എന്ത് നടക്കുന്നു എല്ലാവർക്കും ഒരു സംശയം മനസ്സിൽ വന്നു. പക്ഷെ പോകെ ആ നിമിഷങ്ങൾ ഇങ്ങനെ മാറി മറഞ്ഞുകൊണ്ട് പോണ സമയത്ത് അവിടെയുള്ള വ്യത്യാസം, ആ ഏരിയ കംപ്ലീറ്റ്, ഈ ലക്ഷോപലക്ഷം ജനങ്ങളും ലക്ഷോപലക്ഷം മൃഗങ്ങളും അവിടെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ ഭരദ്വാജമുനിയോട് അറേഞ്ച് ചെയ്തു. ഇവർക്കൊക്കെ ഒരു പ്രത്യേക കഴിവുണ്ടല്ലോ. ഈ മുനി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഇപ്പോഴത്തെ മുനികളല്ല. ഈ തലയിൽ കെട്ടിയും വെച്ച് ജടയും വെച്ചിട്ട് നടക്കണ പുതിയ നമ്മുടെ സ്റ്റൈലല്ല. ഈ തലയിലും ഇങ്ങനെ കെട്ടിവെച്ച് ജടയൊക്കെ ആയിട്ടിരിക്കുന്ന എന്താ സമയം അറിയോ? അവർക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. അവര് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കലും ധ്യാനനിരതരായാലും മാത്രമാണ്. അവര് അറിവിന്റെ അങ്ങേ അറ്റം എത്തിയിട്ടാണ് ഈ ധ്യാനം എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഇരിക്കുന്നവർക്ക് പലതരത്തിലുള്ള കഴിവുണ്ട്. അത് പണ്ടത്തെ ആൾക്കാർക്ക് പലതരത്തിലുള്ള കഴിവുണ്ട്. ആ കഴിവാണ് ഇവിടെ കണ്ടത്. നമുക്ക് ഒരു മഹാനഗരമായി മാറി. ഒരു മുനിക്ക് അങ്ങനെ ഇത്രയും വലിയ മഹാനഗരമായിട്ട് ഇത്രയും ആൾക്കാർക്ക് ഉള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും. അതാണ് അവർക്ക് കഴിവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് നമ്മുടെ ആദിശങ്കരൻ ഹിമാലയ സാനുക്കളിൽ നിന്ന് അമ്മ മരണാസന്നയായി കിടക്കുന്ന സമയത്ത് അമ്മ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് ആദിശങ്കരനെ കാണണം എന്ന് വിചാരിച്ച ആ നിമിഷത്തിൽ തന്നെ ആദിശങ്കരൻ അവിടെ എത്തി. എങ്ങനെ എത്തി? അതേമാതിരിയാണ് ഈ ഭരദ്വാജ മുനി. അവർക്ക് പല കഴിവുകളുണ്ട്. എന്താ കഴിവുകളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അന്നത്തെ ആൾക്കാരുടെ ആ കഴിവുകൾ പലതരത്തിലുള്ള കഴിവുകളാണ്. ആ കഴിവാണ് ഇപ്പൊ കണ്ടത്. നമുക്ക് ഒരു നഗരമായി മാറി. വിത്തിൻ ഒരു 12 hours മഹാനഗരമായി മാറി ആ സ്ഥലം. ഇക്കണ്ട ജനങ്ങൾക്ക് മുഴുവൻ വേണ്ട സൗകര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കാൻ ഭരദ്വാജ മുനിക്ക് പറ്റി. ആ മുനിക്ക് പറ്റി. അപ്പൊ മുനിക്ക് അത്രയും കഴിവുണ്ട്. മുനിക്ക് രാജകീയാതിഥികൾക്കും പരിവാരങ്ങൾക്കും താമസിക്കാൻ എല്ലാ സുഖസൗകര്യങ്ങളും കൂടിയ ഒന്നാന്തരം വെണ്ണക്കൽ കൊട്ടാരം, മണിമാളികകൾ, മന്ദിരങ്ങൾ, കുളങ്ങൾ, കിണറുകൾ, പൂന്തോട്ടങ്ങൾ, ബ്രാഹ്മണർ, പുരോഹിതൻ, മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക്, പൗരപ്രധാനങ്ങൾക്കും പുരവാസികൾക്കും ഗ്രാമീണ എന്നിവർക്കും തരാതരം പോലെ ഉപയോഗിക്കാവുന്ന മഠങ്ങളും മാസഗൃഹങ്ങളും വീടുകളും അസംഖ്യം വേറെയും നാടകശാലകളും നൃത്തസ്ഥലങ്ങളും ആ ഭരദ്വാജ് നഗരിയിൽ സംഘടിക്കപ്പെട്ടിരുന്നു. ഇതെല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഇത്രയും പെട്ടെന്ന് നടത്തി. അപ്പൊ എന്താ അങ്ങനെയുള്ള കഴിവ് എന്ന് പറഞ്ഞത്? അപ്പൊ അങ്ങനത്തെ ഒരു ഭദ്രാജി പറഞ്ഞപ്പോ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ത്യ മുഴുവനൊന്ന് ടിപ് ടോപ്പ് കണ്ടീഷനാക്കി മാറ്റാൻ പറ്റേ അല്ലേ? എല്ലാം ഗംഭീരമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഇപ്പൊ വന്ന് എറണാകുളത്ത് വന്നിട്ട് അതുപോലെ ഭരദ്വാജ മുനിയുടെ ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു ഫണ്ട് പ്രോബ്ലം ഇല്ല, ഒന്നുമില്ല, ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒന്നുമില്ല. പെട്ടെന്ന് ടകടകടക കാര്യങ്ങളെല്ലാം കഴിച്ച് അങ്ങനെ ഒരാൾ കിട്ടുന്നില്ലല്ലോ. എന്താ ചെയ്യാ? എല്ലാ കാര്യങ്ങളും വന്നു. ഭരദ്വാജ മുനി എല്ലാം ഭരദ്വാജ നഗരി ഉണ്ടായി. ആ ഭരദ്വാജ നഗരി ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? അതാണ് അവരുടെ കഴിവ്. വിഭവസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്യാൻ സാക്ഷാൽ ദേവന്മാരും വിളമ്പിക്കൊടുക്കാൻ സുന്ദരിമാരായ ദേവകന്യകമാരും ഉണ്ടായിരുന്നു. അതിഥികളെ രസിപ്പിക്കാൻ ഗന്ധർവന്മാരുടെ പാട്ടുകച്ചേരിയും ദേവനർത്തകന്മാരുടെ നൃത്യങ്ങളും നാടകങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും കണിശമായിട്ടുണ്ടായിരുന്നു. നടികള്, സുന്ദരികളായ നമ്മുടെ ദേവതകള്, ദേവന്മാര്, ഭക്ഷണം, പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായി. എങ്ങനെ ഉണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് പറഞ്ഞാൽ തന്നെ അയോധ്യയിലെ ജനങ്ങൾക്ക് വീണ്ടും അത്ഭുതമായി.
അവർക്ക് ഭയങ്കര അത്ഭുതം. ഇത് എന്തോ ഭരദ്വാജമുനി, ആള് ഈ തലയിലും ഒരു മുടിയും കെട്ടിവെച്ച് ജടയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണ ഈ സന്യാസിമാർക്ക് ഇത്ര ശക്തിയോ? ജനങ്ങൾ അന്തം വിട്ടു. അവര് അതുവരെ വിചാരിച്ചു ഞാനാണ് കൂപ്പമണ്ടൂകൻ ന്യായമായി, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആളെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ പലവരും ഉണ്ടായിരുന്നു ഇടയിൽ. അവര് വിചാരിച്ചു അയ്യോ ഞാനൊന്നുമല്ല ഇവരുടെ മുമ്പില്. ഇവര് ഒരു കുണ്ടലവും കമണ്ടലവും മറ്റേ അതൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കും, താടിയും തലയും വളർത്തി നടന്നിട്ട് ഇവര് ഒന്നിനും കൊള്ളില്ല നമ്മൾ വിചാരിച്ചു. എന്താ പവർ, എന്താണ് ഇത്രയൊക്കെ ചെയ്യാനുള്ള കഴിവ് കൊണ്ട് അവർ അങ്ങനെ അത്ഭുത സ്പന്ദരായി പോയി വന്നതാണ്. ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഭരദ്വാജമുനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചത് എങ്ങനെയും? എത്രയെത്ര വിഭവങ്ങളും ധനശേഷിയും മറ്റാനുകൂല്യങ്ങളും ഉണ്ടായാലും ഇങ്ങനെ ഒരു വരവേൽപ്പും സൽക്കാരവും സംഘടിപ്പിക്കാൻ മറ്റാർക്കും സാധിക്കില്ലെന്ന് സകലരും പരക്കെ സംബന്ധിച്ചു. ഭരദ്വാജമുനിയുടെ അഭൗമമായ സിദ്ധിവൈഭവത്തെ മുക്തകണ്ഠം പൂർത്തി അദ്ദേഹത്തിനോട് നന്ദി പറയുകയും ചെയ്ത ശേഷം ഭരതാദികളുടെ സംഘവും പ്രത്യേക ദിവസം രാവിലെ അവരുടെ യാത്ര തുടർന്നു. എന്തായാലും ഭരദ്വാജമുനി ആളൊരു ഉഗ്രനാണ്. പണ്ട് ഈ വസിഷ്ഠ നമ്മുടെ അഗസ്ത്യമുനിയില്ല, അഗസ്ത്യമുനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെറിയ ആളാണ്, അത്രയായിരുന്നു. ഒക്കെ കൂടി 1.5 അടി 2 അടി തികച്ചില്ല. പണ്ട് ഭൂമി എന്തോ ഒരു യാഗോ എന്തോ വലിയൊരു യാഗോ എന്തോ നടത്താൻ പോയി. അത് ശിവന്റെ അവിടെ ഒരു യാഗമുണ്ട്, വലിയൊരു യാഗം. ആ യാഗം നടത്താൻ പോകുമ്പോ എല്ലാ ദേവയക്ഷ കിന്നരന്മാരെല്ലാവരും ആ യാഗത്തിന് പോകാൻ വേണ്ടി അങ്ങോട്ട് വന്നു. ആ യാഗത്തിന്റെ അവിടെ വന്നപ്പോ ഇതിലേക്ക് റിലേറ്റഡ് അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി പറയാണ്. അവിടെ വന്നു, എല്ലാവരും ആ യാഗത്തിന് വന്നവിടെ ഇരുന്നു. യാഗത്തിന് വന്നവിടെ ഇരുന്നില്ലേ, ഭൂമിദേവിക്ക് വെയിറ്റ് താങ്ങാൻ പറ്റണ്ടേ? കാരണം ഒരു ബാലൻസ് ഇല്ല. ഈ ജനങ്ങൾ ഈ ഭൂമിയിലുള്ള ഈ ദേവതകളും ഈ പാതാളത്തിലുള്ള ആൾക്കാർ എല്ലാവരും യാഗത്തിന് വേണ്ടി വന്നു. ശിവന്റെ യാഗം വലിയ മുഖ്യമായ യാഗമാണ്, പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നു. വന്നപ്പോ ഭൂമിദേവിക്ക് വെയിറ്റ് താങ്ങാൻ പറ്റിയില്ല, ഇംബാലൻസ് ആയി. നമ്മുടെ സെന്ററിൽ ഓഫ് ഇക്വിലിബ്രിയം തെറ്റിപ്പോയി, ഭൂമി വളയാൻ തുടങ്ങി. അപ്പൊ എന്ത് പറഞ്ഞു നമ്മുടെ മഹാവിഷ്ണു പറഞ്ഞു, നമ്മുടെ ഈ എന്താ പറയുക അഗസ്ത്യമുനിയെ വിളിച്ചു പറഞ്ഞു. അഗസ്ത്യമുനി എത്ര ഉണ്ട് വരും? 1.5 അടി. നെക്സ്റ്റ് ഒരു 1.5 അടി, 2 അടി ഒപ്പിക്കാം. അഗസ്ത്യമുനി നിങ്ങളാണ് ഇത് കാക്കേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഓ അങ്ങ് പറയണ മാതിരി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ അഗസ്ത്യമുനി അവിടെ നിന്ന് മെല്ലെ നടന്ന് അപ്പുറത്ത് പോയി നിന്നു. ആരുടെ? ഭൂമിയുടെ ഇക്വിലിബ്രിയം ബാലൻസ് ചെയ്യാൻ വേണ്ടി അഗസ്ത്യമുനി, ഈ 1.5 അടിയുള്ള അഗസ്ത്യമുനി അപ്പുറത്ത് പോയി നിന്നു. ഭൂമി പൊന്തി ഇക്വിലിബ്രിയം സെയിമായി. അപ്പൊ അഗസ്ത്യമുനി ആരാ മനസ്സിലായോ? 1.5 അടിയേ ഉള്ളൂ. ആളെ കണ്ട് നമ്മൾ തീരുമാനിക്കരുത് എന്ന് പറയുന്നത് അതാണ്. ആളെ കണ്ട് നമ്മളൊരു കാര്യം തീരുമാനിക്കരുത്. ആൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കോ ഇയാളൊരു ആണെന്ന് വിചാരിക്കരുത്. മനസ്സിലായില്ലേ? അഗസ്ത്യമുനിയുടെ ഈ കഥ അതിനൊരു ഉദാഹരണമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇത്രയും അപ്പൊ സകലം സംഭവിച്ചു. ഭരദ്വാജമുനി അപൂർവമായ സിദ്ധിവൈഭവത്തെ മുക്തകണ്ഠം എല്ലാവരും പ്രവർത്തിച്ച് അവിടെ എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാനം അവർ യാത്ര തുടർന്നു. അവർക്ക് മുന്നോട്ടുള്ള യാത്ര തുടർന്നു, എല്ലാ ഈ സൈന്യങ്ങളും കാര്യങ്ങളൊക്കെ. യമുനാ നദി കടന്ന് കുറേ ദൂരം ചെന്നപ്പോൾ ചിത്രകൂടമല കാണാൻ തുടങ്ങി. അന്നേരം മുൻകൂറായി അയച്ചിരുന്ന ഒരു സ്ഥല നിരീക്ഷകൻ ഭരതനോട് ചെന്ന് പറഞ്ഞു, അതാ പുക പൊന്തുന്നത് കണ്ടില്ലേ, അതിന്റെ ഉത്ഭവസ്ഥാനത്താണ് അവർ താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ നടന്നു പോകുമ്പോ ചിത്രകൂടമല കണ്ടു. ചിത്രകൂട കണ്ടപ്പോ മുമ്പേ ആൾക്കാർ പോവല്ലോ, കറക്റ്റാണോ വഴി, നമ്മൾ പോണ വഴി കറക്റ്റാണോ, മുമ്പേ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണ്ട് കാട്ടിൽ പോകുമ്പോൾ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു എനിക്ക്. ആ ഗൈഡ് മുമ്പേ പോയിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കി പോയി. ആ ഗൈഡ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും ഉണ്ടാവില്ല, എന്നും ലോകത്തിലുണ്ടാവില്ലായിരുന്നു ആ ഗൈഡ് ഇല്ലായിരുന്നെങ്കിൽ. മനസ്സിലായോ? അതുപോലെ ഈ ഗൈഡ് മുമ്പിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി ഇങ്ങനെ പോയിട്ട് അവര് ഗൈഡ് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഭരതനോട് പറഞ്ഞു, അവിടെ ആ ദൂരത്ത് പുക പൊന്തുണ്ട്, ആ പുക അതായത് അടുപ്പ് കൂട്ടുന്ന ആ പുക പൊന്നുണ്ട്, അതുകൊണ്ട് ആ പുകയുടെ അടുത്തായിരിക്കും രാമനും ഈ സീതയും ലക്ഷ്മണനും ഒക്കെ ഉണ്ടാവുക എന്ന് അവര് ഏകദേശം ഊഹിച്ചു. ഉടനെ ഭരതൻ ആനപ്പുറത്തു നിന്നും ഇറങ്ങി എല്ലാവരോടും അവിടെ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് ശത്രുഘ്നെയും കൂട്ടി ആ പുക നോക്കിക്കൊണ്ട് കാട്ടിലേക്ക് ഓടി മറഞ്ഞു. ഇത് കേട്ടറിഞ്ഞേ ഭരതനും ശത്രുഘ്നും എല്ലാവരോടും അവിടെ തന്നെ കാത്തു നിൽക്കുക. എല്ലാവരെയും ഈ 1,00,000 കുതിരപ്പട്ടാളം ഉണ്ട്, ആനപ്പട്ടാളം ഉണ്ട്, എല്ലാ പട്ടാളം കൊണ്ട് അവരെ നിൽക്കാൻ പറഞ്ഞ് ഞാൻ പോയിട്ട് വരാന്ന്
ശത്രുഘ്നും ഭരതനും കൂടി ഓടി ആ പുക എവിടെ കണ്ടച്ച അവിടേക്ക് അങ്ങോട്ട് ചെന്നു പോയി. രാമനും സീതയും പർണശാലയുടെ കോലായിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. ലക്ഷ്മണൻ എന്തിനാ മേലെക്കാട്ടിലേക്ക് കയറിയപ്പോൾ എന്തോ ഒരു അസാധാരണ ശബ്ദം കേൾക്കുന്നു. കടലിരമ്പും പോലൊരു മുഴക്കം. ഉടനെ ഒരു മരത്തിന്മേൽ കയറി നോക്കി. എന്ത് കാടുമുഴക്കി പരന്നു കാണുന്ന ആ പെരുമ്പട ആരോ അവരോട് യുദ്ധത്തിന് വരികയാണോ? എല്ലാറ്റിനും മുന്നിൽ കാണുന്ന ആ കൂറ്റൻ ആനയുടെ പുറത്ത് നിന്നത് ഒരാൾ ഇറങ്ങുന്നു. ആരാണിത്? ചെറിയേട്ടൻ. അതെ, അമ്മയെ കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിച്ച് രാജ്യം തട്ടിയെടുത്ത് ഏട്ടനെ കാട്ടിലേക്ക് അയച്ച് ഇപ്പോൾ വമ്പിച്ചൊരു സൈന്യവുമായി യുദ്ധത്തിന് വരുന്നു. വരട്ടെ, കാണിച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെ വിചാരിച്ച് ലക്ഷ്മണൻ താഴോട്ട് രാമനോട് വിളിച്ചു പറഞ്ഞു. രാമനും സീതയും പർണശാലയുടെ മുമ്പിൽ അങ്ങനെ ഇരിക്കുകയാണ്. കോലായിലിരുന്ന് സംസാരിക്കുകയാണ്. ലക്ഷ്മണൻ എന്തോ മേലെ കാട്ടിലേക്ക് കയറിയപ്പോൾ എന്തോ ഒരു അസാധാരണമായ ശബ്ദങ്ങൾ കേട്ടു. ഭയങ്കരമായൊരു സൗണ്ട്, ഒരു എരമ്പല്, കടലിരമ്പും പോലെ ഒരു മോണം. കടലിന്റെ അടുത്ത് പോയാൽ നമ്മൾ ശബ്ദം കേട്ടു. ഓം ഡോം ഓം ഡോം അങ്ങനെ സൗണ്ട് കേൾക്കില്ലേ? ആ സൗണ്ട് ഇങ്ങനെ കേട്ടു. അതേപോലെ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കണം. ഉടനെ മരത്തിന്മേൽ കയറി നോക്കി. എന്ത്? കാട് മുഴുക്ക പരന്നു കിടക്കുന്ന ഒരു പടയൊരുക്കം. ആരോ അവരോട് യുദ്ധത്തിന് വരികയാണോ? എല്ലാത്തിനും മുന്നിൽ കാണുന്ന കൂറ്റൻ ആനയുടെ പുറത്ത് നിന്നതാ ഒരാളിറങ്ങുന്നു. ആരാണത്? അപ്പൊ അവിടുന്ന് ലക്ഷ്മണൻ കാര്യമായിട്ട് ശ്രദ്ധിച്ചപ്പോ ആരാണത്? ചെറിയേട്ടൻ. അതെ, അമ്മയെ കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ചേട്ടനെയും വലിയേട്ടനെയും കാട്ടിലേക്ക് അയച്ച് ഇപ്പോൾ വമ്പിച്ചൊരു സൈന്യമായി യുദ്ധത്തിന് വരുന്നോ? എന്താ അവന്റെ വിചാരം? മനസ്സിലാക്കി. വരട്ടെ, കാണിച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെ വിചാരിച്ച് ലക്ഷ്മണൻ താഴോട്ട് രാമനെ വിളിച്ചു പറഞ്ഞു. ഏട്ടാ, മുറ്റത്ത് തീയും പുകയും വേഗം നിർത്തിക്കളയൂ. ഏട്ടൻ ചേച്ചിയെയും കൂട്ടി ഗുഹയിലേക്ക് പോയിക്കോളൂ. ചെറിയേട്ടന് യുദ്ധസന്നദ്ധമായി വരുന്നുണ്ട്. ഇവരോട് ഞാൻ നേരിട്ട് കൊള്ളാം. ഏട്ടൻ ചേച്ചിയെ ഒളിപ്പിച്ചോളൂ. അവിടുന്ന് വിളിച്ചു പറഞ്ഞു ലക്ഷ്മണൻ. ചേട്ടാ, ഓടിപ്പൊക്കോളൂ. ചെറിയേട്ടൻ അവിടുന്ന് യുദ്ധസന്നദ്ധങ്ങളായിട്ട് വരുന്നുണ്ട്. ചേട്ടനും ചേട്ടനും ചേട്ടത്തിയമ്മയും വേഗം ഗുഹയിൽ പോയി ഒളിച്ചോളൂ. ഞാൻ നേരിട്ടോളാം. ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടോളാം എന്ന് പറഞ്ഞു. എന്തൊക്കെയാ ലക്ഷ്മണ നീ വിളിച്ചു പറയുന്നത്? രാമൻ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. ചെറിയേട്ടനാണ് വരുന്നതെങ്കിൽ പിന്നെ യുദ്ധത്തിനാവുമോ? അനിയ, എന്തിനാ ആ പാവത്തിന് നീ സംശയിക്കുന്നത്? നിനക്ക് രാജ്യത്തിന് മോഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഭരതനും യാതൊരു മണിയും കൂടെ നിനക്ക് തരും. തീർച്ചയാണ്. ആട്ടെ, ഞാനൊന്നും ചോദിക്കട്ടെ. ഭരതൻ എപ്പോഴും നീ എന്തെങ്കിലും നമുക്കെതിരായി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ നീ എന്തിനിങ്ങനെ അവനെപ്പറ്റി സംശയം വെച്ച് പുലർത്തുന്നു? ആട്ടെ, നീ ഇറങ്ങി വാ. രാമനപ്പോ ഭരതനെ പറ്റി നല്ല ഐഡിയ ഉണ്ട്. ഭരതൻ നല്ല മനുഷ്യനാണ്. ഭരതനായിട്ട് ഇതുവരെ ഒരു തമ്മത്തിലുണ്ടായിട്ടില്ല. ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഭരതനായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നീ ഭരതനെ പറ്റി പറഞ്ഞൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം ഭരതൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഭരതൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുവരെ അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? നിനക്ക് രാജ്യത്തിന് വേണ്ടി മോഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. നന്നോട് ഞാൻ ആ ചെറിയേട്ടനോട് പറയാം, തന്നെയും കൂട്ടിയിട്ട് രാജ്യം ഭരിക്കാൻ ഈ പൊക്കോ എന്ന് പറയാം, റെക്കമെൻഡേഷൻ കൊടുക്കാം എന്ന് പറഞ്ഞു. നീ അങ്ങനെയൊന്നും അവനെ പറ്റി തെറ്റിദ്ധരിക്കരുത്. അവൻ അങ്ങനത്തെ മനുഷ്യനൊന്നുമില്ല. രാമനപ്പോ ഭരതനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ട്. ഭരതനെ പറ്റി അവര് തമ്മിൽ നല്ല റിലേഷൻഷിപ്പാണ്. ഭരതനും രാമനും തമ്മിൽ നല്ല റിലേഷൻഷിപ്പാണ്. അപ്പൊ ഭരതന്റെ സ്വഭാവത്തിനെ പറ്റി രാമന് നല്ല ഒരു ഐഡിയ ഉണ്ട്, മനസ്സിലൊരു ഐഡിയ ഉണ്ട്. ഒരാളെ പറ്റി നമുക്ക് ഐഡിയ ഉണ്ടാവും. നമ്മുടെ ഒരു ഫ്രണ്ടാണ്, നമ്മുടെ ഫ്രണ്ടിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അയാൾ എന്തെങ്കിലും വലിയ തെറ്റ് ചെയ്ത് പറഞ്ഞെങ്കിൽ നമ്മളൊന്നും പറയില്ലേ, അയാൾ അങ്ങനെ ചെയ്യാൻ വഴിയില്ലല്ലോ, അവനങ്ങനെ ചെയ്യില്ല, അവന്റെ സ്വഭാവം അങ്ങനെ അല്ലല്ലോ, ഞാൻ അവനെ എത്രയോ കാലങ്ങളായിട്ട് കാണുന്നതാണ്, ജനിച്ച അവനെ കാണുന്നതല്ലേ, അവൻ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലല്ലോ എന്ന് നമ്മൾ പറയില്ലേ. അതേമാതിരി രാമൻ പറഞ്ഞു. രാമൻ നന്നായിട്ട് അറിയാം ഭരതൻ അങ്ങനെ ഒരു ചേട്ട സ്വഭാവങ്ങൾ, ഇത്ര വൃത്തികെട്ട സ്വഭാവമല്ല. ചില ആൾക്കാർ മുമ്പേ നമുക്ക് അറിയാൻ പറ്റും, ഇവൻ ആള് ഇത്തിരി പെശകാണ് നമ്മൾ പറയില്ല, ഇവൻ ആള് ഇത്തിരി പെശകാണ്, ഇവനെ ഇത്തിരി ദൂരത്ത് മാറ്റി നിർത്തണം, അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവില്ല നമുക്ക് തോന്നില്ലേ. അതുപോലെ നല്ല വഴി നമുക്ക് അതുപോലെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ രാമൻ ഭരതനെ പറ്റി ഒരു ഐഡിയ രാമന് ഓൾറെഡി ഉണ്ട് മനസ്സിൽ. ഭരതൻ അങ്ങനെ ചെയ്യില്ല. അപ്പൊ ആ കാര്യങ്ങൾ ലക്ഷ്മണനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഭരതൻ അങ്ങനെയും ചെയ്യില്ല ലക്ഷ്മണ, നീ പറഞ്ഞതൊക്കെ തെറ്റാണ്, അവൻ എന്തിനാ വരണമെന്ന് എനിക്കറിയില്ല, നോക്കാം നമുക്ക്. ലക്ഷ്മണൻ വല്ലാതായി, ഒന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. മരത്ത് നിന്നിറങ്ങി ചെന്നിട്ട് പറഞ്ഞു, ഏട്ടാ, എന്നാൽ അച്ഛൻ വരികയായിരിക്കും നമ്മെ തിരിച്ചു കൊണ്ടുപോകാൻ. അപ്പൊ പറഞ്ഞു, അപ്പൊ ജാള്യത വന്നു ആർക്ക്, ലക്ഷ്മണൻ ഒരു ജാള്യത വന്നു. ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഭരതനെ പറ്റി ഇത്രയൊന്നും മനസ്സിലാക്കിയില്ലല്ലോ എന്നൊരു നമുക്കൊരു ഇങ്ങനെ പറഞ്ഞെങ്കിൽ കുറേയൊക്കെ ശരിയാണെന്നാണ് തോന്നണേ, എനിക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ നമുക്കൊരു ജാള്യത വരില്ലേ, ഞാൻ അത്ര എഫിഷ്യന്റ് ആയില്ലല്ലോ എന്നൊന്നും നമുക്ക് സങ്കടം വരില്ലേ. എന്നാ അപ്പൊ അച്ഛൻ വരികയായിരിക്കും നമ്മളെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു നോക്കുമ്പോ
ആര്? നമ്മുടെ ലക്ഷ്മണൻ. നോക്കൂ, അച്ഛന്റെ മൃത്യുഞ്ജയനല്ലേ ആ ഗജവീരൻ. പക്ഷേ ലക്ഷ്മണ, അതിന്റെ പുറത്ത് അച്ഛന്റെ പെൺകൊറ്റ കൂടെ കാണാനില്ലല്ലോ. അച്ഛന്റെ മൃത്യുഞ്ജയനല്ലേ ആ ഗജവീരൻ? ആ ഗജവീരൻ അച്ഛന്റെ മൃത്യുഞ്ജയനല്ലേ? അച്ഛൻ സഞ്ചരിക്കുന്ന ആനയാണത്. അതാ അച്ഛന്റെ മൃത്യുഞ്ജയനാണ്. അതിന്റെ പോലെ അച്ഛന്റെ പെൺകൊറ്റ കൂടെ കാണാനില്ലല്ലോ എന്നിങ്ങനെ. ലക്ഷ്മണ, അതിന്റെ പുറത്ത് അച്ഛന്റെ പെൺകൊറ്റ കൂടെ കാണാനില്ലല്ലോ എന്ന് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. അപ്പോഴേക്കും ഭരതൻ ആശ്രമ പരിസരത്തെത്തുന്നു. ആ ചെറ്റപ്പുരയുടെ മുളം ചെരുവിന്മേൽ രാമന്റെ വില്ലും ഇട്ടിരിക്കാനുള്ള മാന്തോലും തൂക്കിയിട്ടിരിക്കുന്നതാണ് ആദ്യം കണ്ടത്. അദ്ദേഹത്തിന്റെ ഇടനെഞ്ചു പൊട്ടാൻ തുടങ്ങി. പിന്നെ രാമനെ കണ്ടതും ഏട്ടാ എന്നുറക്കി വിളിച്ചുകൊണ്ട് രാമന്റെ അടുക്കലേക്ക് ഒരോട്ടം. പാവം അദ്ദേഹത്തിന്റെ കാൽക്കൽ എത്തും മുമ്പേ ഭരതൻ വികാരനെ വീണുപോയി. ഏട്ടനെ ആ ആശ്രമത്തിന്റെ അവിടെ ഓടിയെത്തി. ആരെ? ഭരതൻ ഓടിയെത്തി ഉടനെ കണ്ടത് എന്താണ്? ഒരു ചെറ്റക്കുടില്, അതിന്റെ മുമ്പിലൊരു മരം, മറ്റേ മാന്തോല്. പിന്നെ കണ്ടത് അദ്ദേഹത്തിന്റെ ഇട്ടിരിക്കുവാനുള്ള ചെറ്റപ്പുരയുടെ മുളഞ്ചെരുവിൽ രാമന്റെ വില്ല് വെച്ചിരിക്കുന്നു, കുത്തി വെച്ചിരിക്കുന്നു. അതായത് അമ്പും വില്ലും കുത്തി വെച്ചിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു മാന്തോൽ തൂക്കിയിട്ടിരിക്കുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോ ഭരതന് ഭയങ്കരമായ സങ്കടമായി. പിന്നെ രാമനെ കണ്ടും ഏട്ടാ എന്നുറക്കി വിളിച്ച് ഓടി വന്ന് രാമന്റെ അടുത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് കാലിടറി തളർന്ന് രാമന്റെ മുമ്പിലേക്ക് കാലിലേക്ക് മറഞ്ഞു വീണു. ആരെ? ഭരതകുമാരൻ. നമുക്ക് ഇവിടെ ഈ 32ാമത്തെ അധ്യായം, അതായത് എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത 33ാമത്തെ നാളെ നമുക്ക് തുടരാം. എല്ലാവർക്കും നമസ്കാരം.